നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. താനത് എങ്ങനെ വന്നിരിക്കുന്നേ? സച്ചേട്ടൻ അറിയില്ല കാരണം എന്താന്ന്. ഇനി ഞാനത് പറയണോ? ആഹാ, ദേഷ്യം എന്നോടാണോ? തന്റെ സംസാരം കേട്ടത്തോന്നും ഞാൻ ഏട്ടത്തിയോട് കൂടി വരാൻ പറഞ്ഞു. വലിയ കാര്യത്തിൽ ഏട്ടത്തി പറയുമ്പോ ഞാൻ പിന്നെ പറ്റില്ല എന്ന് പറയണമായിരുന്നോ? പറയണായിരുന്നു. നമ്മൾ മാത്രം പോകുന്ന യാത്രയിൽ എല്ലാരും കൂടി വന്നാ നമുക്ക് വല്ല സ്വസ്ഥതയും കിട്ടുമോ? നമ്മുടെ സ്വസ്ഥതയ്ക്ക് എന്തോ കുഴപ്പം? നമുക്ക് കുഴപ്പമൊന്നും ഉണ്ടാവില്ലായിരിക്കും. അതുപോലെയാണോ സന്ദീപിന്റെ ആതിരയുടെയും കാര്യം? ഇവിടെ പ്രശ്നങ്ങളായതുകൊണ്ടാ എങ്ങോട്ടെങ്കിലും പോവാന്ന് വെച്ചത്. ഇനി യാത്രയിൽ ഉടനീളം പ്രശ്നങ്ങളായിരിക്കും. ഈരടുത്ത് തന്നെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് എനിക്ക് ഇപ്പോഴും അറിയില്ല. അപ്പോഴാ ഇവിടുന്ന് വേറെ രണ്ടെണ്ണം കൂടി. ഞാനില്ല എങ്ങോട്ടും. ബാക്കി എല്ലാരും കൂടെ അങ്ങ് പോയാൽ മതി. ഹണിമൂണെന്ന് പറഞ്ഞിട്ട് ഇതിപ്പോ ജാഥയ്ക്കുള്ള ആളായി. എന്റെ ഈശ്വരാ, എന്തൊരു പരീക്ഷണോ ഇത്. നേരത്തെ താൻ പറഞ്ഞത് സീരിയസ് ആയിട്ടാണോ? എന്ത്? അല്ല, താൻ വരുന്നില്ലെന്ന്. എന്തിനാ? സജ്ജേട്ടൻ പോയിക്കോ, ഞാൻ വരുന്നില്ലെന്നാ പറഞ്ഞത്. താനില്ലാതെ ഞാൻ ഒറ്റയ്ക്ക് ഹണിമൂണിന് പോവാനോ? ഒരു കാര്യം ചെയ്യാം, താൻ വരണ്ട. ഞാനും എടുത്തിയും അനഘയൊക്കെ പോയിട്ട് വരാം. താൻ ഇവിടെ ഇരിക്കും. അല്ലെങ്കിൽ വേണ്ട, താൻ തന്നെ വീട്ടിൽ വെക്കും. അങ്ങനെ എന്നെ ഇപ്പോൾ ഒഴിവാക്കാൻ നോക്കണ്ട. അപ്പോ താൻ വരുന്നുണ്ടോ? ഞാൻ അവസാനമായി ചോദിക്കുക, താൻ വരുന്നുണ്ടോ ഇല്ലയോ? ഇല്ല. അത് താനാണോ തീരുമാനിക്കുന്നേ? താനോട് പറഞ്ഞിട്ടല്ലേ ഇതെല്ലാം പ്ലാൻ ചെയ്തേ? പ്ലാൻ ചെയ്തപ്പോ നമ്മൾ മാത്രമായിരുന്നു. ഈ യാത്രയിൽ താനും വരും. വന്നില്ലെങ്കിൽ തനിക്ക് എന്റെ സ്വഭാവം ശരിക്കും അറിയില്ല. അവളുടെ ഒരു ദേഷ്യം. ഡേ, ഇങ്ങോട്ട് ഓടി. ഡേ, ഇങ്ങോട്ട് വരാനല്ലേ പറഞ്ഞേ? എന്താ ഇനി പറ, നീ വരുന്നുണ്ടോ ഇല്ലയോ? വരുന്നില്ല എന്ന്. വരുന്നു, വരാം. എന്റെ കൊച്ചു പേടിച്ചു പോയോ? ഇതൊക്കെ സച്ചേട്ടന്റെ ഒരു നമ്പർ അല്ലേ? താനിത് എവിടെ പോവുക? അതെ, ഞാൻ താഴെ വെച്ച ഏട്ടത്തിയോട് ഒറ്റയടിക്ക് എങ്ങനെ വരണ്ടെന്ന് പറയുന്നേ? മീരയെടുത്ത് വരുന്നുണ്ട്. അവന്തി ഏട്ടത്തിയോട് വരണ്ടെന്ന് പറയുമ്പോ നമ്മളെ കുറിച്ച് എന്ത് കരുതും? രണ്ടും നമ്മുടെ ഏട്ടത്തിമാരല്ലേ? അതൊക്കെ എനിക്ക് അറിയാം സച്ചേട്ടാ. അനഘയും കൂടി വരുന്നുണ്ട്. സന്ദീപിനെ ഒന്ന് ശ്വാസം വിടാൻ പോലും അവള് സമ്മതിക്കില്ല. നമ്മളൊരു യാത്ര പോവാൻ തീരുമാനിച്ചത് തന്നെ സന്ദീപിന്റെ മൂടൊന്ന് ശരിയാക്കാന്ന് കരുതിയിട്ടല്ലേ? അതിന് ഇവിടെ ആർക്കും ഒരു കുഴപ്പമുണ്ടാവില്ല. വാ, ഈ നാട്ടിൽ വെച്ച് ഒരു ഈച്ചക്കുഞ്ഞു പോലും അറിയാതെ വളരെ രഹസ്യമായി സന്ദീപിനെയും ആതിരയും രജിസ്റ്റർ ഓഫീസിലെത്തിച്ച് അവരെ തമ്മിൽ കെട്ടിച്ച എന്റെ മിടുക്കിയായ പെണ്ണിവിടെ ഉള്ളപ്പോ എന്തു കുഴപ്പം വരാനാ? സൂചിപ്പിക്കാതെ കാര്യമല്ലേ പറഞ്ഞത്?
ഇതൊക്കെ നമുക്ക് മാനേജ് ചെയ്യാവുന്ന വെറും ചീള് കേസല്ലേ. ആ ഇനി താൻ പറ, വരുന്നുണ്ടോ ഇല്ലയോ? പിന്നെ വരാതെ എന്തിനും പോലും ഭർത്താവുള്ളപ്പോ പിന്നെ എനിക്കെന്താ പ്രശ്നം? ആ അത് സുഖിച്ചു കേട്ടോ. അമ്മേ, ഉഫ്. അയ്യോ, ഇതെവിടെയാ അമ്മേ? എന്തോന്നാ അവിടെ ഈ കാണിക്കുന്നെ? അമ്മ ഇതെവിടെയാ? എന്തോന്നാ മുഖത്തൊന്ന് തുണി മാറ്റ്. ഇത്രയും മതി അമ്മേ? ആ മതി. ദേ ഇനി ഓരോന്ന് എടുത്തോണ്ട് വരരുത്, ഇപ്പൊ തന്നെ കൊറേയായി. ശ്ശെ, അച്ഛനും കൂടെ വന്നിരുന്നെങ്കിൽ നല്ല രസമായിരുന്നു. അതെങ്ങനെ വരാനാ? നിന്റെ അച്ഛന് ഈ ലോകത്ത് ആരോടുള്ള സ്നേഹവും ഇല്ല, വിശ്വാസവും ഇല്ല. എന്നോടും ഇല്ലേ? ആ നിന്നോടുണ്ടെന്ന് തോന്നുന്നു. അതല്ലേ നീ പ്ലീസ് പ്ലീസ് എന്നൊക്കെ പറഞ്ഞപ്പോ പോവാൻ സമ്മതിച്ച്. അച്ഛ, അമ്മ പറഞ്ഞത് കേട്ടില്ലേ? അച്ഛന് ആരോട് സ്നേഹവും വിശ്വാസവും ഇല്ലാന്ന്. ആ അത് ശരിയാ മോളെ. അച്ഛൻ എല്ലാവരുടെ മുന്നിൽ മനുഷ്യനല്ലല്ലോ, മൃഗമല്ലേ. ഒരു കണക്കിന് അത് നല്ലത് തന്നെയാ. മൃഗമാവുമ്പോ ബന്ധങ്ങളെ വിശ്വസിച്ച് ജീവിക്കണ്ടല്ലോ. പെണെ, നിനക്ക് എന്തിന്റെ കുഴപ്പമായിരുന്നു? ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാ അതീ പിടിച്ച് തൂങ്ങാൻ നിൽക്കുവാ നിന്റെ അച്ഛൻ. നീ ചെല്ല്, ചെന്ന് ആതിരി അതിന്റെ സാധനങ്ങൾ ഇതിൽ വെക്കാനുണ്ടോന്ന് ചോദിക്കേ. ചെല്ല്. ഹലോ മനുഷ്യമൃഗം, എന്താ പറ്റി? ആതിരി നിങ്ങളോടൊപ്പം വരുന്ന കാര്യം ആലോചിക്കായിരുന്നു. നീയും അർച്ചനയും സച്ചിയൊക്കെ ഉറപ്പ് പറഞ്ഞിട്ടാ ഞാൻ സമ്മതിച്ചത്. അതിന് മാത്രം ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. വിളിച്ചപ്പോ അർച്ചന പറഞ്ഞു അവന്തികയും അനഘയൊക്കെ വരുന്നുണ്ടെന്ന്. പകുതി ടെൻഷൻ അപ്പോഴേ കുറഞ്ഞില്ലേ? അനഘ വരുന്നതുകൊണ്ട് 24 മണിക്കൂറും ആ പെണ്ണ് സന്ദീപിനെ ചുറ്റിപ്പറ്റി കറങ്ങിക്കോളും. ആതിര അതൊക്കെ കാണുന്നതോടെ അവനോടുള്ള ദേഷ്യവും വെറുപ്പും ഒക്കെ ഇരട്ടിയാവുകയും ചെയ്യും. എന്തുകൊണ്ടും ഈ യാത്ര കൊണ്ട് ഗുണമേ ഉണ്ടാവൂ. അതൊന്നും എനിക്കറിയില്ല. എന്റെ മനസ്സ് മുഴുവൻ വേറെ കാര്യങ്ങളെ മീറി. അതൊക്കെ ഞാൻ ആരോടെങ്കിലും പറഞ്ഞാൽ ഞാൻ മോശക്കാരനാവുകയുള്ളൂ. അനുപേട്ടൻ പറഞ്ഞു വരുന്നത് എന്താന്ന് എനിക്ക് മനസ്സിലായി. നമ്മുടെ ആതിര അങ്ങനെ വഴിതെറ്റി പോകുന്ന കുട്ടിയൊന്നും അല്ല. കാര്യങ്ങൾ പറഞ്ഞാ അല്പം വൈകിയാണെങ്കിൽ അവക്ക് മനസ്സിലാവും. അതിൽ അനുപേട്ടന് ടെൻഷനൊന്നും വേണ്ട. ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊന്നും ഇത്രയൊക്കെ ആലോചിച്ച് കൂട്ടണ്ട അനുപേട്ടാ. ഒരു കുഴപ്പം സംഭവിക്കാതെ ഞങ്ങൾ തിരിച്ചു വരും. ഇത് വെച്ചോ, മോക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കൊടുക്ക. അനുപേട്ടൻ ഇത് കടം വാങ്ങിയതല്ലേ? ഞങ്ങളുടെ ചെലവിനുള്ളത് എന്റെ കയ്യിലുണ്ട്. ഇത് അനുപേട്ടൻ തിരിച്ചു കൊടുത്തേക്ക്. അതുകൂടി നീ വെച്ചോ. എന്തെങ്കിലും ആവശ്യം വന്നാ സച്ചി അർച്ചനയും ബുദ്ധിമുട്ടിക്കണ്ടല്ലോ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.